തിരുവനന്തപുരം ജനറൽ ആശുപത്രിയുടെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോൾ കാണുവാൻ സാധിച്ചത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളാണ്. കേരളം നമ്പർ 1 ആണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ആരോഗ്യ മേഖലയുടെ അവസ്ഥ ഇങ്ങനെയാണ്. ന്യായീകരണ രക്ഷാപ്രവർത്തനം നടത്തുന്ന നമ്മുടെ സംസ്ഥാന സർക്കാരും ആരോഗ്യമന്ത്രിയും ഈ കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. നമസ്കാരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമത്തെക്കുറിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്നാലെ വലിയ വിവാദമാണ് പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിന് പിന്നാലെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണ് വീട്ടമ്മയായ ബിന്ദു അതിദാരുണമായി മരണപ്പെടുന്നത്. എന്തായാലും നമ്മുടെ കേരളം നമ്പർ 1 ആണ് എന്ന് കൊട്ടിഘോഷിച്ചു കൊണ്ടിരിക്കുന്ന സർക്കാരിന് വമ്പൻ തിരിച്ചടിയായിരുന്നു ആരോഗ്യ മേഖലയിലെ ഇത്തരം സംഭവങ്ങൾ. എന്നാൽ ഇന്ന് മറുനാടൻ അന്വേഷിക്കുകയാണ് തിരുവനന്തപുരത്തെ പ്രധാന ആശുപത്രിയായ സർക്കാർ ആശുപത്രിയായ ജനറൽ ആശുപത്രിയുടെ അവസ്ഥയെക്കുറിച്ച്. എന്തായാലും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയുടെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോൾ കാണുവാൻ സാധിച്ചത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളാണ്. അതായത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പഴയ കാലപ്പഴക്കം ചെന്ന ബിൽഡിങ്ങുകൾ, ഈ ബിൽഡിങ്ങിന് മുകളിൽ ടാർപോളിൻ കെട്ടി വലിച്ചുകൊണ്ടാണ് അതിനുള്ളിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർമാരും രോഗികളും ഉൾപ്പെടെ നിരവധി പേരാണ് ഈ ഹോസ്പിറ്റലിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1000-നടുത്ത് രോഗികൾ ഈ ജനറൽ ആശുപത്രിയിൽ നിരന്തരം വന്നു പോകുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്, അത്ഭുതപ്പെടുത്തുന്നതാണ്. കേരളം നമ്പർ 1 ആണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ആരോഗ്യ മേഖലയുടെ അവസ്ഥ ഇങ്ങനെയാണ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയുടെ ചില ബിൽഡിങ്ങുകളുടെ കാഴ്ചകൾ മറുനാടൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. എന്തായാലും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ന്യായീകരണ രക്ഷാപ്രവർത്തനം നടത്തുന്ന നമ്മുടെ സംസ്ഥാന സർക്കാരും ആരോഗ്യമന്ത്രിയും ഈ കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് തുടർ ചികിത്സയ്ക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് അരങ്ങേറുന്നത്. സാധാരണക്കാർ ഇത്തരം സാധാരണ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോകുന്നു എന്നതും അത്ഭുതകരമായ കാര്യം തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ മറുനാടൻ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിക്കുന്നതാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.